എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വാട്ട് പേഴ്സെന്റ്, അതായത് എത്ര ശതമാനം അല്ലേ. അപ്പോൾ ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്താണ് ചെയ്തത്, ഷോപ്പിൽ ഇപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ കയറി കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ശരിക്കുള്ള വില, യഥാർത്ഥ വില നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അവിടെ അതുപോലെ തന്നെ എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി അല്ലേ, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതായിരുന്നു നമ്മൾ ചെയ്തത്. അതല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഇത്ര രൂപ നമ്മൾ കടമെടുത്തു, അവിടുത്തെ പലിശയുടെ ശതമാനം അല്ലെ, എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ്, അത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ തിരിച്ചടക്കണം അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആകെ ഇൻട്രസ്റ്റ് എത്രയാണ് വന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കടം വാങ്ങിയ പൈസയുടെ കൂടെ ഇതും കൂടി കൂട്ടിയിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമുക്ക് തന്നിരുന്നത്. അതായത് നമുക്കവിടെ എത്ര പേഴ്സൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് അല്ലേ, അല്ലെങ്കിൽ വില കുറവ്, അത് നമുക്ക് തന്നിരുന്നു. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര പേഴ്സൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് എന്ന കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ എത്ര ശതമാനമാണ് പലിശ എന്ന കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ചോദ്യത്തെ നേരെ ഒന്നങ്ങോട്ട് തിരിച്ചു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 110 ആദ്യം ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. എന്താണ് ചോദ്യം? എ ഷോപ്പ് ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ഓൺ ഓൾ പ്രൊഡക്ട്സ് ആസ് എ ഫിക്സഡ് പെർസെന്റേജ് അല്ലേ. അതായത് ഒരു ഷോപ്പിലെ സാധനങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ എത്ര ശതമാനമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ. ഓക്കെ. ഇനിയാ എ പേഴ്സൺ ബൈയിങ് തിങ്സ് വർത്ത് 2000 rupees ഗോട്ട് എ ഡിസ്കൗണ്ട് ഓഫ് 300 rupees. അപ്പോൾ ആ കടയിൽ നിന്ന് ഒരാൾ ഒരു 2000 rupeesന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ 300 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് 300 രൂപ കുറവാണ് വാങ്ങിയത്. മനസ്സിലായല്ലോ. അപ്പോൾ 2000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയപ്പോൾ 300 രൂപ കുറച്ചാണ് ഇയാൾ കടക്കാരൻ വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് ആ കടയിലെ വിലക്കുറവ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യവും ഈ ചോദ്യം തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ നാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കിയാൽ നമുക്ക് ശരിക്കുള്ള വില തന്നിട്ടുണ്ട്. എത്രയാണ്? 2000 രൂപ അല്ലെ. 2000 രൂപയുടെ സാധനങ്ങളല്ലേ വാങ്ങിയത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഒറിജിനൽ പ്രൈസ് അല്ലെ. ഒറിജിനൽ പ്രൈസ്, അതായത് ശരിക്കുള്ള യഥാർത്ഥ വില. എത്രയാണ് യഥാർത്ഥ വില? ശരിക്കുള്ള വില എത്രയാണ്? 2000 രൂപ അല്ലെ. 2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയപ്പോൾ എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു? ഡിസ്കൗണ്ട്. അപ്പോൾ മലയാളം മീഡിയക്കാർ അതിൻ്റെ മലയാളം കൂടി എഴുതട്ടോ. അപ്പോൾ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വില, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിലക്കിഴിവ് അല്ലെ. വിലക്കിഴിവ്. എത്ര രൂപ വിലക്കിഴിവ് കൊടുത്തു? 300 രൂപ. ഓക്കെ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര ശതമാനം അല്ലെ ഡിസ്കൗണ്ടിന്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്കൗണ്ടിന്റെ പേഴ്സൻറ്റ്, അപ്പോൾ ഡിസ്കൗണ്ട് പേഴ്സൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലക്കുറവിന്റെ ശതമാനം അല്ലെ. അപ്പൊ അങ്ങനെ എഴുതാം, വിലക്കുറവിന്റെ ശതമാനം. എത്രയാണ്? ഇവിടെ നോക്കിയേ, 2000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയപ്പോൾ 300 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ. 2000 രൂപയ്ക്ക് 300 രൂപ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 2000, ശ്രദ്ധിക്കുക, 2000 രൂപയുടെ മൊത്തം സാധനങ്ങൾ വാങ്ങി, അത് ശരിക്കുള്ള വില 2000. അപ്പൊ നമ്മൾ 2000 ഇതിന്റെ അടിയിൽ എഴുതി. ഇനി 2000 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ 300 രൂപ അല്ലെ. അപ്പൊ 2000ന് 300. മനസ്സിലായില്ലേ. അപ്പോൾ വെറുതെ എങ്ങനെ എഴുതലല്ല, നമുക്ക് കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ 2000 രൂപയ്ക്ക് 300 രൂപ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 100ന് എത്രയാണെന്നാണ് അല്ലേ. അതാണല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ 2000 രൂപയ്ക്ക് 300 രൂപ. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്ര? ഇൻറ്റു 100. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ 2000 രൂപയ്ക്ക് 300 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്ര? അപ്പോൾ ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഉത്തരം കിട്ടി. വളരെ എളുപ്പം അല്ലേ. ഇവിടെ നോക്കിയാൽ 2 ക്യാൻസൽ ചെയ്തു, ഈ സീറോ ക്യാൻസൽ ചെയ്തു, ബാക്കി 30/2 അല്ലേ. ഇസ് ഈക്വൽ ടു 30/2. 30/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 അല്ലേ. അതായത് 15%. അപ്പോൾ എത്ര ശതമാനം ഈ ഷോപ്പിൽ ഡിസ്കൗണ്ട് ഉണ്ട്? 15% ഡിസ്കൗണ്ട്. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം ഈ ചെയ്ത പ്രോബ്ലം തമ്മിൽ വ്യത്യാസം എന്താണ്? ഇവിടെ നമുക്ക് പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു, അവിടെ നമുക്ക് പേഴ്സൻറ്റേജ് തന്നു, എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം. അതിലൊരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. പേജ് നമ്പർ 111 അല്ലേ. വെൻ എ സാരി വർത്ത് 750 rupees
വാസ് ബോട്ട് 150 റുപ്പീസ് വാസ് ഡിഡക്റ്റഡ് ഫ്രം ദി പ്രൈസ് അല്ലെ. നമ്മൾ അതേപോലെ തന്നെ ഒരു 750 രൂപയുടെ ഒരു സാരി വാങ്ങിയപ്പോൾ 150 രൂപ കുറച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിസ്കൗണ്ട് അല്ലെ ഫോർ ക്ലോസ് ഇൻ ദി ഷോപ്പ്. ആ ഷോപ്പിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടി? അപ്പൊ ഇതേപോലെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, 750 രൂപയുടെ സാരിന് വാങ്ങി അല്ലെ. അപ്പൊ ഒറിജിനൽ പ്രൈസ് യഥാർത്ഥ വില എത്രയാണ്? 750 രൂപ. സാരിയുടെ യഥാർത്ഥ വില 750 രൂപ. ഡിസ്കൗണ്ട് അല്ലെ, എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു? 750 രൂപയുടെ സാരി വാങ്ങിയപ്പോൾ 150 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തത് അല്ലെ. അപ്പൊ ഡിസ്കൗണ്ട് 150 രൂപ, അതായത് വിലക്കിഴിവ് 150 രൂപ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പേഴ്സൻറ്റ്, വിലക്കുറവിന്റെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, 750 രൂപയ്ക്ക് 150 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ. അപ്പൊ എങ്ങനെ എഴുതണം? 750 രൂപയ്ക്ക് 150 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്രയായിരിക്കും ഡിസ്കൗണ്ട് അല്ലെ. അതാണ് നമ്മൾ പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടി. നോക്കിയേ, 0 ക്യാൻസൽ ചെയ്തു. ഇനി എന്താണ്? 150/70. ഇവിടെ നമുക്ക് വേഗം ചെയ്യാൻ എളുപ്പം എന്താ? ഇവിടെയൊക്കെ 150/75 അല്ലെ, ഇൻറ്റു 10 കൂടി ഉണ്ട്. ഇവിടെ 150, ഇവിടെ ശ്രദ്ധിക്കുക, 150/75 അല്ലെ. 75ന്റെ ഇരട്ടിയാണ് 150 അല്ലെ. 75ന്റെ ഇരട്ടിയല്ലേ 150. അതായത് 150ൽ എത്ര 75 ഉണ്ട്? 275 അല്ലേ. അപ്പൊ അതായത് 150/75 എന്ന് പറഞ്ഞാൽ 2, 150 275 ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് 2 കിട്ടി. അപ്പൊ 150/75 2. ഇനി 2 × 10 അല്ലെ. 2 × 10 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 2 × 10 എന്ന് പറഞ്ഞാൽ ആ 0 കൂടി ചേർത്ത് കൊടുക്കുക, 20 അല്ലെ. ഈ 10ന്റെ 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 20%. അതായത് 20% ആ കടയിലെ ഡിസ്കൗണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 112 ഒരു 2-3 ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് വേഗം ഒന്ന് ചെയ്തു നോക്കാം. 25,000 rupees deposit in a bank earned 2,000 rupees as interest in a year. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരാൾ ബാങ്കിൽ 25,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എത്ര കിട്ടിയയാൾക്ക്? 2,000 rupees, 2,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ്? വാട്ട് ഈസ് ദി ഇൻട്രസ്റ്റ് പേഴ്സൻറ്റ്? എത്ര ശതമാനമാണ് പലിശ? അപ്പം നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തെന്താണ്? അവിടെ നമുക്ക് പലിശയുടെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഇട്ട എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പം എത്ര പലിശ അല്ലെ, എത്ര പലിശ കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പം ഇപ്പം എന്താണ്? ഇപ്പം നമുക്ക് കിട്ടുന്ന പലിശ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഇട്ട ഡെപ്പോസിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, എത്ര ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പം അത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മളിപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ രൂപത്തിൽ തന്നെയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എമൗണ്ട് ഡെപ്പോസിറ്റഡ്, എമൗണ്ട് ഡെപ്പോസിറ്റഡ്. അപ്പൊ എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച തുക. അപ്പൊ മലയാളം മീഡിയക്കാർ അതേപോലെ എഴുതാം. മലയാളത്തിൽ ഞാൻ ഇവിടെ എഴുതുന്നില്ല. എമൗണ്ട് ഡെപ്പോസിറ്റഡ്, അതായത് ഇവിടെ എഴുതാം നിക്ഷേപിച്ച തുക. എത്രയാണ് നിക്ഷേപിച്ച തുക? 25,000 rupees അല്ലെ, 25,000 രൂപ. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെ, പലിശ വന്നിട്ടുണ്ട്. എത്ര പലിശ കിട്ടി? 2,000 rupees കിട്ടിയാലോ. അപ്പൊ നമുക്ക് എഴുതാം ഇൻട്രസ്റ്റ്, അതായത് പലിശ. എത്ര പലിശ കിട്ടി? 2,000 rupees. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജ് അല്ലേ. അപ്പൊ ഇൻട്രസ്റ്റ് പേഴ്സൻറ്റ്, അപ്പൊ ഇൻട്രസ്റ്റ് പേഴ്സൻറ്റ് എന്ന് പറഞ്ഞാൽ പലിശയുടെ ശതമാനം അല്ലെ. അപ്പൊ എത്ര ശതമാനം പലിശ കിട്ടി എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ആകെ ഡെപ്പോസിറ്റ് ചെയ്ത് എത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്തു? 25,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ. അപ്പൊ 25,000 രൂപയ്ക്ക് 2,000 രൂപ കിട്ടി അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നെ പഠിക്കുക. കണക്ക് വെറുതെ ഇങ്ങനെ പഠിക്കരുത്. 27 കണക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഡ് ഗുണിക്കുക, 100 മുകളിലിടുക, 2 അടിയിലിടുക, അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. കണക്ക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അപ്പം നമുക്ക് വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ വളരെ എളുപ്പം പറ്റും. അല്ലാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 100 കൊണ്ട് ഗുണിച്ചോ അല്ലെങ്കിൽ 100 കൊണ്ട് ഹരിച്ചോ, അങ്ങനെയല്ല. അങ്ങനെ ഒരിക്കലും പഠിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ പഠിക്കുന്നൊക്കെ ഇൻട്രസ്റ്റ് പേഴ്സൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നു? 25,000 രൂപ ഇട്ടപ്പോൾ 2,000 രൂപ പലിശ കിട്ടി അല്ലേ. അപ്പം 25,000-ന് 2,000 അതങ്ങനെ നമ്മളെങ്ങനെ എഴുതാം? 25,000-ന് കണ്ട
25,000-ന് 2,000 രൂപ കിട്ടി. മനസ്സിലായല്ലോ? 25,000-ന് 2,000 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ 100-ന് എത്ര? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലിശ, അത് പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100-ന് അല്ല, 100-ന് കണക്കാക്കുന്നതാണ് പേഴ്സൻ്റ് എന്ന് പറയുന്നത്. 100-ന് എത്ര? അപ്പോൾ ഇവിടെ 25,000-ന് 2,000 ആണെങ്കിൽ 100-ന് എത്ര? 100-ന് എത്ര കിട്ടും? അപ്പോൾ എന്ത് വേണം? ഇൻറ്റു 100 അല്ലേ? അപ്പോൾ 25,000-ന് 2,000 ആണെങ്കിൽ 100-ന് എത്ര കിട്ടും? അപ്പോൾ ഇൻറ്റു 100. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 പൂജ്യം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇവിടെ 1 പൂജ്യം, ഇവിടെ 1 പൂജ്യം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കി എന്ത് വരും? 200/25 അല്ലേ? അപ്പോൾ നമുക്കറിയാം 100-ൽ എത്ര 25 ഉണ്ട്? 100-ൽ 4 25 അല്ലേ? 100-ൽ 4 25. അപ്പോൾ 200-ൽ എത്ര 25 ഉണ്ട്? 8 25 അല്ലേ? അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് 8 ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 200 ഹരിച്ച് നോക്കാം നിങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടി? 8%. അപ്പോൾ 8% പലിശ. ആ ബാങ്കിലെ പലിശ നിരക്ക് 8%. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 4 books worth 480 rupees. എ ഷോപ്പ് ഗേവ് 72 rupees ആസ് ഡിസ്കൗണ്ട്. അതായത് ഒരു ബുക്ക് ഷോപ്പ് അല്ലേ, അവിടെ 480 രൂപ വിലയുള്ള ബുക്കിന് എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു? 72 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. മനസ്സിലായ? 72 രൂപ വിലക്കുറവ് കൊടുത്തു, കുറച്ച് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിസ്കൗണ്ട് പെർസെന്റ്? അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് അവിടുത്തെ വിലക്കുറവ്? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ഒറിജിനൽ പ്രൈസ് അല്ലേ, ശരിക്കുള്ള വില, ബുക്കുകളുടെ ഒറിജിനൽ പ്രൈസ് അല്ലെ, ഒറിജിനൽ പ്രൈസ് വെച്ചാൽ യഥാർത്ഥ വില. ഇവിടെ ബുക്കുകളുടെ യഥാർത്ഥ വില എത്രയാണ്? ബുക്കുകളുടെ യഥാർത്ഥ വില 480 രൂപ. ഓക്കെ, അതെഴുതി അല്ലേ. ഇനി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലക്കുറവ് അല്ലേ. അപ്പൊ മലയാളം മീഡിയക്കാർ അതേപോലെ മലയാളത്തിൽ എഴുതിയാൽ മതി. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിലക്കുറവ്. എത്രയാണ് വിലക്കുറവ് അല്ലെങ്കിൽ വിലക്കിഴിവ്? എത്രയാണ്? 72 രൂപ അല്ലേ. അപ്പൊ യഥാർത്ഥ വില 480, ഡിസ്കൗണ്ട് 72 രൂപ. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിസ്കൗണ്ട് പേഴ്സെന്റ്, അതായത് വിലക്കുറവിന്റെ ശതമാനം അല്ലെ. വിലക്കുറവിന്റെ ശതമാനം എത്രയായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 480 രൂപയ്ക്ക് 72 രൂപ കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 480 രൂപയ്ക്ക് 72 രൂപ ഡിസ്കൗണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്ര? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇവര് നോക്കിയാൽ 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കി എന്ത് വരും? 72/48 × 10. 72 × 10 എന്ന് പറഞ്ഞാൽ 720. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ 720 നമ്മൾ ഗുണിക്കുമ്പോൾ 720 കിട്ടിയ 720നെ 42 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പൊ 720 ഹരിക്കണം 42 അല്ല 48 അല്ലേ. അപ്പൊ 72-ൽ എത്ര 48 ഉണ്ട്? ഒരു 48. 1 × 48 48 കിട്ടി. ഇനി കുറയ്ക്കുമ്പോൾ എത്ര വരും? 4 2. അപ്പൊ 24 കിട്ടി. 0 നമ്മൾ ഇറക്കിയിട്ടു, 240 കിട്ടി. ഇനി 240-ൽ എത്ര 48 ഉണ്ട്? നമുക്ക് 5 48 ഉണ്ട്. 5 × 8 40, 4 5 × 4 20, 4 24 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15 കിട്ടി. അപ്പോൾ നമുക്ക് 15% അല്ലേ. 15% ഡിസ്കൗണ്ട്. ഇനി നോക്കിയാൽ ഇങ്ങനെ ഹരിക്കാൻ, ഒറ്റയടിക്ക് ഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കിയാൽ 720 ഹരിക്കണം 48 അല്ലേ, 48 അല്ലേ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു പണി ചെയ്യാം. ആദ്യം ഇതിനെ 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 720-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറ്റും അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 360 കിട്ടും. ബൈ ഇനി 48-നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് 24 കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ 360/24. ഇനി നോക്കിയേ, ഇനി 0 തൽക്കാലം ഇല്ലാന്ന് വിചാരിക്കുക. ബാക്കി 36/24. 36/24 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമുക്ക് ഏതിൻ്റെ ടേബിളിൽ നോക്കിയാൽ 36 24 ഉണ്ട്. 6ന്റെ ടേബിൾ അല്ലേ. 6 × 6 36, 6 × 4 24. അപ്പോൾ 6ന്റെ ടേബിളിൽ 36 ഉണ്ട്, 24 ഉണ്ട്. അപ്പോൾ 6-ൽ അല്ലെ 36-ൽ എത്ര 6 ഉണ്ട്? 6 × 6 36 അല്ലേ, 36. പിന്നെയോ ഒരു 0 ഉണ്ട്, 0 ഇട്ട് കൊടുത്തു. ബൈ 24-ൽ എത്ര 6 ഉണ്ട്? 4 6 അല്ലേ, 4 6. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ 2നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു.
ഇനി അത് പെട്ടെന്ന് കിട്ടാത്തവർ എന്ത് ചെയ്യുക, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 360 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 180 എന്ന് കിട്ടും. അപ്പം 180/24 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് കിട്ടും. അങ്ങനെ ചെറുതാക്കി കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അവസാനം 60/4 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് 4 കൊണ്ട് 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വളരെ എളുപ്പം പറ്റും അല്ലേ? എത്രയാണ് 60നെ 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 15. ഇനി അതും ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. അപ്പോൾ 30 കിട്ടി. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനകത്ത് കിട്ടി 2 കിട്ടി. ഇനി എന്ത് ചെയ്യാം, 30/2 എന്ന് പറഞ്ഞാൽ 15 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് ടേബിൾ നന്നായിട്ട് പഠിച്ചൊക്കെ, ടേബിളൊക്കെ വളരെ എളുപ്പത്തിൽ അറിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എ മൊബൈൽ ഫോൺ മാനുഫാക്ചറർ സെൽസ് ഓൾ ദി പ്രീവിയസ് ഇയേഴ്സ് മോഡൽ അറ്റ് എ ഫിക്സഡ് ഡിസ്കൗണ്ട്. അതായത് ഒരു മൊബൈൽ ഷോപ്പിലെ ഒരു മൊബൈൽ കമ്പനി എന്ത് ചെയ്യുന്നു, പഴയ മോഡലുകൾ ഫോണുകളൊക്കെ ഒരു പ്രത്യേക ഡിസ്കൗണ്ടിൽ വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എ ഫോൺ വിച്ച് കോസ്റ്റ് 45,000 rupees earlier ഈസ് നൗ സോൾഡ് ഫോർ 37,800 അല്ലെ? അതായത് മുമ്പ് ശരിക്കും 45,000 രൂപയുണ്ടായിരുന്ന ഒരു ഫോണ് ഇപ്പോൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 37,800 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിസ്കൗണ്ട് പെർസെന്റ്? മനസ്സിലായ? എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട്? ചുരുക്കി പറഞ്ഞാൽ 45,000 രൂപയ്ക്ക് വിലയുണ്ടായിരുന്ന ഒരു ഫോണ് 37,800 രൂപയ്ക്ക് വിൽക്കുന്നു. എത്രയാണ് അതിന്റെ ഡിസ്കൗണ്ട് പെർസെന്റ്? ഇതാണ് ചോദ്യം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം നമുക്ക് ഒറിജിനൽ പ്രൈസ് അല്ലെ, ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വില അല്ലെ? അപ്പൊ മൊബൈൽ ഫോണിന്റെ ശരിക്കുള്ള വില എത്രയാണ്? 45,000 രൂപ. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് അല്ലെ, എത്ര രൂപയാണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇത്ര രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ചോദ്യത്തിൽ കൃത്യമായി ഡിസ്കൗണ്ട് പറഞ്ഞിരുന്നു, ഇവിടെ അത് പറഞ്ഞില്ല. പകരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത്ര രൂപയുണ്ടായിരുന്ന മൊബൈല് ഇപ്പോൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു? 37,800 രൂപയ്ക്ക് കൊടുക്കുന്നു അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എത്രയായിരിക്കും? ഈ വിലയിൽ നിന്ന്, യഥാർത്ഥ വിലയിൽ നിന്ന് 37,800 കുറച്ചാൽ മതി അല്ലെ? അപ്പൊ അത് നമ്മൾ ചെയ്യാം. അപ്പൊ 45,000 ആയിരുന്നു ശരിക്കുള്ള വില. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? ഇപ്പോഴത്തെ എത്രയാണ് വില? 37,800. അപ്പൊ അത് മനസ്സിലായില്ലേ? കാരണം ഇവിടെ നമുക്ക് നോക്കിയ ശരിക്കുള്ള വിലയും തന്നിട്ടുണ്ട്, പിന്നെയോ ഇപ്പോഴത്തെ വിലയും തന്നിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് അല്ലെ, വിലക്കിഴിവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വിലക്കിഴിവ് കിട്ടണമെങ്കിൽ ശരിക്കുള്ള വിലയിൽ നിന്ന് ഇപ്പോഴത്തെ വില കുറയ്ക്കണം അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? അതാണ് വിലക്കിഴിവ്. നോക്കിയേ, 45,000 അതിൽ നിന്ന് 37,800 രൂപ കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? 0.027 അല്ലെ? 7. അപ്പൊ നമുക്ക് 7,200 കിട്ടും. കുറയ്ക്കാനറിയില്ലേ? 0 പോയി 0 അല്ലെ? 0 പോയി 0. ഇനി 8, ഇവിടെ 0 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ നമുക്ക് 10 അല്ലെ? അപ്പൊ ഇവിടുന്ന് കടം വാങ്ങിയപ്പോൾ നമുക്ക് 5 കടം വാങ്ങിയപ്പോൾ 4 ആയി. അപ്പൊ 10 നിന്ന് 8 കുറച്ചാൽ 2. ഇനി 4 നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ കടം വാങ്ങി, അപ്പൊ ഇവിടെ 14 ആയി. അപ്പൊ ഈ 4 എത്രയായി? 4 എന്നുള്ളത് 3 ആയി. അപ്പൊ 14 നിന്ന് 7 കുറച്ചാൽ 7 അല്ലെ? ഇനി ഇവിടെ 3 നിന്ന് 3 കുറച്ചാൽ 0. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 7,200 രൂപ. അപ്പൊ 7,200 രൂപയാണ് വിലക്കിഴിവ് അല്ലെ? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിസ്കൗണ്ട് പേഴ്സെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഡിസ്കൗണ്ട് പേഴ്സെന്റ്, അതായത് വിലക്കുറവിന്റെ ശതമാനം എത്രയായിരിക്കും? 45,000 രൂപ. ശ്രദ്ധിക്കുക, 45,000 രൂപയ്ക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 7,200 രൂപ ഡിസ്കൗണ്ട് കിട്ടി അല്ലേ? 45,000 രൂപയുടെ ഫോൺ വാങ്ങിയപ്പോൾ 7,200 രൂപ കുറവ് കിട്ടി. അപ്പൊ 45,000-ന് 7,200. അങ്ങനെയാണെങ്കിൽ 100-ന് എത്രയായിരിക്കും? ചെയ്തോ? 2 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? 720/45. അപ്പൊ ഒന്നുകിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? 720-നെ 45 കൊണ്ട് നേരെ ഹരിക്കാം അല്ലെ? ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. ഹരിക്കാൻ അറിയുന്ന കുട്ടികൾ അങ്ങനെ ചെയ്യാം. 45, 72 എത്ര? 45, ഒരു 45 ഉള്ളൂ അല്ലെ? അപ്പൊ 1/45. ബാക്കി എത്ര കിട്ടും? 7 അല്ലെ? ബാക്കി 2, 27. പിന്നെ 0 നമ്മൾ ഇറക്കിയിട്ട് കൊടുത്തു. ഇനി 270-ൽ എത്ര 45 ഉണ്ട്? 6 45 അല്ലേ? 6 45, 6 × 5 30,
ബാക്കി 3, 6 × 4 24, 3 27 അല്ലേ? അപ്പോൾ നമുക്ക് 16 കിട്ടി. സീക്വൽ ടു 16. ഇത് തമ്മിൽ ഹരിച്ചപ്പോൾ 16%. ഇതാണ് ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ്. മനസ്സിലായല്ലോ? ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് ഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? 720/45 എഴുതി നോക്കിയേ. ഇവിടെ 0, ഇവിടെ 5 അല്ലേ? അപ്പോൾ രണ്ടിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 720 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിനെ ചെറുതാക്കാം. അപ്പോൾ 720 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പത്തിൽ പറ്റും അല്ലേ? അപ്പോൾ 720 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? 144 കിട്ടും അല്ലേ? 144 കിട്ടും. ഇനി 45 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 9 കിട്ടും അല്ലേ? ഇനി നമുക്ക് 144 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ അടിയിൽ ചെറിയ ഒറ്റ സംഖ്യ ആക്കി മാറ്റാം, എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊക്കെ ഇനി 144 ഇതൊക്കെ ഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? 144 ഹരിക്കണം 9. 14 എത്ര 9 ഉണ്ട്? 9 അല്ലേ? 9 കൊണ്ട് വിളിക്കുമ്പോൾ 9. ബാക്കി എത്ര ഒന്നുകൂടെ 5 വന്നു. ഇവിടെ 4 ഇറക്കിട്ടു. അപ്പോൾ 54. 9 എത്ര 54 എത്ര 9 ഉണ്ട്? 6 9 അല്ലേ? 9 × 6 6 × 9 54. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് 16 കിട്ടി. അപ്പോൾ ഇതേപോലെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ തന്നെ ഹരിക്കാം. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണ് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.